ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് നമ്മുടെ ഫസ്റ്റ് ക്രൈ ഓഫ്ലൈൻ സ്റ്റോർ, അതായത് നമുക്ക് സ്റ്റോറില്ലേ, ലോക്കൽ സ്റ്റോർ, ഫസ്റ്റ് ക്രൈയുടെ സ്റ്റോറിൽ നിന്ന് നമുക്ക് നമ്മുടെ ലിബർട്ടി വോക്കിൻ്റെ ലംബോർഗിനി കിട്ടി. MRP തന്നെയാണ് കിട്ടിയത്, 167 രൂപ. അപ്പം നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 5-6-7 വണ്ടിയോളം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ലക്കിന് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 2 എടുത്ത്, ഒരെണ്ണം നമ്മൾ കാർഡായിട്ട് സൂക്ഷിക്കാൻ, മറ്റേത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. വണ്ടി കണ്ടാലേ അറിയാം, അടിപൊളി ഒരു മാറ്റ് ഫിനിഷ്, ഡിക്കയിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് സെപ്പറേറ്റ് 2 റിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി, ഹോട്ട് വീൽസിൻ്റെ ലംബോർഗിനി കൂപ്പെ ലിബർട്ടി വോക്കിൻ്റെ എഡിഷനാണ്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈപ്പ് വീൽസാണ്. ഫ്രണ്ടിലൊരു ഗോൾഡൻ സ്റ്റീൽ റിമ് പോലെ സെറ്റ് ചെയ്ത റാലി സ്പെക്ക് വീലും, ബാക്കിൽ അലോയും കൊള്ളാം. സ്റ്റെൽത്ത് എഡിഷൻ പോലത്തെ ഒരു വണ്ടി, അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. വണ്ടി അടിപൊളിയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ബാക്കിൽ ടൈലൈറ്റൊന്നും ജസ്റ്റ് സ്മോക്ക്ഡ് ഗ്ലാസ്സാണ്, അതുപോലെ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടുതൽ നമുക്ക് സൺലൈറ്റിൽ വെച്ച് നോക്കാം. അപ്പം ഇതാണ് വണ്ടി. ഞാൻ 2ാമത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം ഫസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ എല്ലാം മറ്റേ സൈഡിൽ മിറർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തു, എന്ന് വെച്ചാൽ നമ്മൾ ഗ്യാരേജിനകത്ത് വെക്കുക. അതുപോലെ നമ്മൾ സൈഡ് മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി. ഇത് മാറ്റിൽ സൺലൈറ്റ് ഇല്ല, ഇപ്പം മഴയാണ്. അപ്പം നമ്മൾ സൈഡിലായതുകൊണ്ട് ഡീറ്റെയിൽസ് അത്യാവശ്യം നല്ല ഫ്രണ്ടിൽ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്കെ പക്കയാണ്. ബോഡി ആ മാറ്റ് കളറായതുകൊണ്ട് നമുക്ക് അത്ര മെറ്റാലിക്, എല്ലാവർക്കും ആ ഒരു മാറ്റ് ഇഷ്ടപ്പെടണമല്ലോ, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ സ്റ്റെൽത്ത്, ഇവിടെ ഒരു ഗോൾഡൻ കളറ് സ്റ്റീൽ റിം ഉള്ളതായിരുന്നു. അത് നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഇതിൻ്റെ പെയിൻ്റൊക്കെ ഫെയ്ഡാവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാർഡായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡ് മിററും കൂടെ വെച്ചപ്പോഴാണ് ആ ഒരു വണ്ടിയുടെ പ്രൊഫൈല് ഇച്ചിരി അടിപൊളിയായിട്ട് ലുക്ക് വന്നത്. അതെല്ലാം അടിപൊളി ഡീറ്റെയിലിങ്, നല്ല ക്യൂട്ട്. ഇതെൻ്റെ അനിയൻ ചെയ്ത വർക്കാണ്. ഇതിൽ സൈഡ് മിറർ ഉണ്ടോ, പക്കാ റിയലാസ്റ്റിക്. ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ഫോം ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ കുറച്ചധികം വർക്കുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ നിലത്ത് വെച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫ്ലോറിലുള്ള വ്യൂ. അപ്പോൾ അത്യാവശ്യം നല്ല ലോയേഡാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ. ആ മിററും കൂടെ വന്നപ്പോഴത്തേനും പക്കാ ഒറിജിനാലിറ്റി ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ബാഡ്ജിങ്ങും ഹെഡ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും. അപ്പം ഇതാണ് ആ സൈഡ് പ്രൊഫൈലിലുള്ള ഇത്. എന്നാ ലുക്കാന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശം ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പോയിലറും എല്ലാം വരുമ്പോഴത്തേനും നല്ല ക്വാളിറ്റി ലുക്കാണ്. ഉണ്ടല്ലേ, അടിപൊളി. ആ ഒരു സ്പോർട്ടി കൂപ്പെ, ആ ഒരു സെഗ്മെൻറ്റ്. എന്താണേലും വണ്ടി അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ നമ്മൾ 2 വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് MRPക്ക് തന്നെയാണ് 2ഉം കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഒരെണ്ണം പൊട്ടിച്ച് പറഞ്ഞാൽ നമ്മൾ കാർഡായിട്ട് സൂക്ഷിച്ചു.